മഹോന്നതനായ ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്ക് ലഭ്യമായ അവസരത്തിനായിട്ട് സ്തോത്രം. സ്വർഗീയ ഗായിക സംഘം പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ആ മഹാസന്തോഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ്, ജഡധാരണം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ്. സ്തോത്രം. നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കുവാൻ വേണ്ടിയായിരുന്നു നമ്മുടെ കർത്താവ് ദൈവസ്വരൂപം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് എന്നത് ഓർക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിത്യനായവൻ കാലത്തിനകത്ത് തന്നെ താൻ ഒതുക്കി. അമർത്യനായവൻ മർത്യനായി വന്നു. സൃഷ്ടികർത്താവ് സൃഷ്ടിയെപ്പോലെ രൂപമെടുത്തു. സ്തോത്രം. അക്ഷയനായവൻ നമ്മെപ്പോലെ ക്ഷയമയമായ ശരീരത്തിൽ വെളിപ്പെട്ടു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം വളരെ വലുതാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ മർമ്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ ജീവകാലം കഴിക്കുവാൻ ദൈവം നമുക്ക് കൃപയേകുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് സർദീസിലെ ദൈവസഭയ്ക്ക് യേശുക്രിസ്തു യോഹന്നാൻ മുഖാന്തരം കൈമാറിയ കത്തിനെ കുറിച്ചാണ്. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, സാവാര ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ക്രിസ്തു എങ്ങനെയാണ് സർദീസിലെ സഭയ്ക്ക് വെളിപ്പെട്ടത്? സർദീസിലെ സഭയോട് യേശുക്രിസ്തു സകാരാത്മകമായി, പോസിറ്റീവായി അവരെ അഭിനന്ദിച്ചും പ്രശംസിച്ചും കൊണ്ട് എന്ത് സംസാരിച്ചു എന്നീ കാര്യങ്ങളൊക്കെ നാം പഠിച്ചു. ഇപ്പോൾ നാം നോക്കുന്നത് സർദീസിലെ സഭയെ യേശു കർത്താവ് ശകാരിക്കുന്നത്, ശാസിക്കുന്നത്, അവരെ തർജ്ജനം ചെയ്യുന്നത് ഏത് വിഷയത്തിലാണ് എന്നതാണ്. അവരുടെ പോരായ്മകൾ പ്രധാനമായും 3 നമ്മൾ കണ്ടു. മരിച്ച സഭ, 2 അപൂർണതയുള്ള പ്രവർത്തികൾ, 3 ഉടുപ്പ് മലിനമാക്കിയ ചില വ്യക്തികൾ.
അതിൽ ആദ്യത്തേത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് പേരോടുകൂടെയാണ് സഭയുടെ നിൽപ്പ്. പക്ഷേ സഭയ്ക്ക് ഉള്ളിൽ ജീവനില്ല. പല സമയത്തും നാം ഒരു സഭയുടെ ജീവനെ അളക്കുന്നത് അതിൻ്റെ അംഗബലം കൊണ്ടും അതിൻ്റെ പല കാര്യപരിപാടികളെ കൊണ്ടുമാണ്. കാര്യപരിപാടികളിൽ പല സഭകളും വളരെ സക്രിയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ചർച്ചിൽ ഓരോരോ പരിപാടികൾ, പ്രോഗ്രാമുകൾ നടക്കും. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, ചില സഭയിലൊക്കെ ശുശ്രൂഷകനായിട്ട് നിയമിക്കപ്പെട്ട സമയത്തെ കാര്യമാണ്, പാസ്റ്ററെ, ചർച്ചിനെ പാസ്റ്റർ ശ്വാസം വിടാൻ സമ്മതിക്കരുത്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരിപാടികൾ ഇങ്ങനെ ഇണക്കിക്കോണം. കാശിന്റെ കാര്യമൊന്നും പാസ്റ്റർ പ്രയാസപ്പെടണ്ട. കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ മതി, കോർഡിനേറ്റ് ചെയ്താൽ മതി. പരിപാടികൾ ഒത്തിരിയുള്ള സഭകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ചിലപ്പോൾ സുവിശേഷീകരണ പരിപാടികൾ ഉൾപ്പെടെ പലതും ചെയ്യുന്നവരാകാം. പക്ഷേ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഊർജസ്വലമായ പ്രവൃത്തികൾ ഉള്ളത് കൊണ്ട്, കാര്യപരിപാടികൾ നടക്കുന്നത് കൊണ്ട് ഒരു സഭയെ ഒരിക്കലും ജീവനുള്ള സഭയെന്ന് പറയാൻ പറ്റില്ല. ജീവനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് നമ്മൾ കണ്ടുവല്ലോ, ഓർമ്മ കാണുമല്ലോ. ജീവനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജീവനുള്ള സഭ വളർന്നുകൊണ്ടിരിക്കും. സഭയുടെ ആത്മാക്കളെ നേടും. പക്ഷേ ഇതൊന്നും കൊണ്ടും ഒരു സഭയാകണമെന്നില്ല. സഭ വളരുന്നത് കൊണ്ടും പുതിയ ആൾക്കാർ സഭയിൽ വരുന്നത് കൊണ്ടും സഭ വളരെ വൈബ്രന്റ് ആയിട്ട് ഭയങ്കര ക്രിയാത്മകതയോടെ നിൽക്കുന്നത് കൊണ്ടും സഭയാകണം എന്നില്ല. അതെല്ലാം ശാസ്ത്രീയമായി നമ്മൾ ജീവനുള്ള ഒരു വസ്തുവിന്റെ പ്രത്യേകതകളായി പഠിച്ചിരുന്നു, സത്യം. പക്ഷേ ഒരു സഭയെ ജീവനുള്ള സഭയാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ സഭയ്ക്ക് ജീവദാതാവായ ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം, കൂട്ടായ്മ. സ്തോത്രം. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള വില്യം ബാർക്ലേയുടെ വാക്കുകൾ ഒന്നും കൂടെ ഉദ്ധരിക്കട്ടോ. അദ്ദേഹം പറഞ്ഞത്, ഹിയർ ഈസ് എ വാർണിംഗ്. ഇവിടെ ഇതാ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ്. എ ചർച്ച് ക്രൗഡഡ് വിത്ത് പീപ്പിൾ and a church
hive of energy may not necessarily be a true or a real church. ഒരു സഭ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ട് കുത്തി നിറഞ്ഞുകൊണ്ടിരുന്നാലും, പുതിയ പുതിയ ആൾക്കാർ സഭയോട് ചേർന്ന് വന്നുകൊണ്ടിരുന്നാലും, ആ സഭയിൽ വല്ലാത്ത ഊർജം, ഹൈവ് ഓഫ് എനർജി, ഭയങ്കര ഊർജം, പോസിറ്റീവ് എനർജി എന്നൊക്കെ പലരും ഇന്ന് വിളിക്കാറുണ്ട് അതിനെ, ഭയങ്കര ക്രിയാത്മകത നിലനിന്നു എന്ന് വന്നാലും ആ സഭ ഒരു യഥാർത്ഥ സഭയാകണം എന്ന് നിർബന്ധമില്ല. അദ്ദേഹം തുടരുന്നത്, it is possible, that means people crowding to this church, it may be possible for a church to be crowded because its people come to entertain rather than be instructed. Then people may be crowding to the church to be soothed instead of confronted with the fact of sin and free offer of salvation. അദ്ദേഹം പറയുന്നത്, ഈ സഭ അല്ലെങ്കിൽ സഭകളിലേക്ക് വ്യക്തികൾ, ആൾക്കാർ ഇടിച്ചു കയറി സഭ വളരുന്നതും ആ സഭയിൽ ഒരു പുത്തൻ ഊർജം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതും അത് സഭയായതുകൊണ്ടാകണമെന്നില്ല, ജീവനുള്ളത് ആയതുകൊണ്ടാകണമെന്നില്ല. പകരം അവിടുത്തെ ജനങ്ങൾ ഉപദേശം പ്രാപിക്കുന്നതിനു പകരം വിനോദത്തിനു വേണ്ടി അവിടേക്ക് കൂടി വരുന്നു. പാപം എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ച് രക്ഷ എന്ന ദൈവത്തിന്റെ സൗജന്യ ദാനത്തിനു വേണ്ടി ആൾക്കാർ അവിടേക്ക് വരുന്നതിന് പകരം പലരും വരുന്നത് ഒരു പ്രത്യേകതരം മനസ്സിന്റെ പിരിമുറുക്കം മാറുന്നതിന് വേണ്ടി മാത്രമാകാം. പലരും സഭയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? മനസ്സിന്റെ പിരിമുറുക്കം ഒന്ന് മാറാൻ. ചില പ്രത്യേക പാട്ടുകൾ, പ്രത്യേക ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ചിലർ പാടിയാൽ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ചിലർ പറയുന്നത് നല്ല ഫീലാണെന്ന്. ആ ഒരു നല്ല ഫീലിന് വേണ്ടി, ആ ഒരു നല്ല ഫീലിന് വേണ്ടിയാണ് പലരും വരുന്നത്. എന്തിനു വേണ്ടിയല്ല? എൻ്റെ ജീവിതത്തിലെ പാപം ഇനിയും എവിടെയാണെന്ന് പാപത്തെ കണ്ടുപിടിച്ച് സൗജന്യ രക്ഷയെ സ്വായത്തമാക്കുന്നതിനായിട്ടല്ല പലരും സഭയിലേക്ക് ഇടിച്ചു കയറുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, സ്തോത്രം, such congregations, churches, it may be a highly successful Christian club rather than a real Christian congregation. അങ്ങനെയുള്ള സഭകൾ ക്രിസ്തീയ കൂടിവരവുകളെന്നോ ക്രിസ്തീയ സഭകളെന്നോ വിളിക്കപ്പെടുന്നതിനേക്കാൾ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ ക്ലബ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ആവശ്യം? ജീവനുള്ള സഭയ്ക്ക് അത്യന്താപേക്ഷിതമായ ലക്ഷണം എന്താണ്? അത്യന്താപേക്ഷിതമായ ഘടകം എന്താണ്?
ദൈവത്തോടുള്ള ബന്ധം. ദൈവത്തോടുള്ള ബന്ധമാ. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം. വ്യക്തിപരമായി സഭയിലെ ഓരോ വ്യക്തിയും ദൈവീക കൂട്ടായ്മയിൽ നടക്കുന്നവരായിരിക്കണം. സ്തോത്രം. ജീവനുള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. എന്തേ? സ്തോത്രം. ദൈവത്തോടുള്ള കൂട്ടായ്മ. നമ്മുടെ സഭകളിൽ ദൈവീക കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് ഊന്നി പറയാറുണ്ടോ? സ്തോത്രം. സഭയിലെ അംഗങ്ങൾക്ക് ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിന് ഊന്നൽ നൽകുന്ന എത്ര സഭകളുണ്ട്? എത്ര സഭകളുണ്ട്? സഭായോഗത്തിന് വരുമ്പോൾ പോലും, സഭായോഗത്തിൽ സംബന്ധിക്കുമ്പോൾ പോലും മോഷണം നടത്തുന്ന അംഗങ്ങൾ, സ്തോത്രകാഴ്ചയുടെയും ദശാംശത്തിന്റെയും പാത്രം, സ്തോത്രകാഴ്ചയും ദശാംശം ഇടാൻ വേണ്ടി ഓരോരുത്തരുടേക്കും കൈമാറി പോകുമ്പോൾ ആ സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇടുന്നതിന് പകരം ഇട്ട ദശാംശത്തിന്റെ കട്ടിയുള്ള കവർ അടിച്ചു മാറ്റുന്നവർ. ഇതൊന്നും തമാശയും ഭാവനയുമാണെന്ന് കരുതരുത്. അനുഭവ വെളിച്ചത്തിലാണ് പറയുന്നത്. ഇവരുമൊക്കെ സഭയിൽ നിലനിൽക്കുന്നു. വിഷയങ്ങൾ അറിയുമ്പോൾ അതിനെ വേദപുസ്തക പ്രകാരം പരിഹരിക്കുന്നതിനു പകരം കണ്ണടച്ച ഇരുട്ടാക്കുകയോ സഭയുടെ മാന്യതയ്ക്ക് കേടുവരുമെന്നും പറഞ്ഞ് വിഷയങ്ങൾ വിട്ടുകളയെന്ന് പറയുന്നതോ ജീവനുള്ള സഭയ്ക്ക് ഭൂഷണമല്ല. അത് ചത്ത സഭയുടെ ലക്ഷണമാണ്. ജീവനുള്ള സഭകൾ, ഏറ്റവും സഭകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രാദേശിക സഭകൾ എന്നർത്ഥത്തില്ല. ജീവനുള്ള സഭകൾ ഊന്നൽ എപ്പോഴും നൽകുന്നത് സഭയിലെ ഓരോ വ്യക്തിയും ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തി ആരോഗ്യകരമായ ബന്ധത്തിൽ നിലനിൽക്കണം എന്നുള്ളതിനായിരിക്കും. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ എല്ലാവരും. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ദൈവത്തോട് ഓരോ വിശ്വാസിക്കും നിരന്തരം ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന, അതിന് പ്രബോധിപ്പിക്കുന്ന എത്ര പ്രാദേശിക സഭകൾ നമ്മുടെ ഇടയിലുണ്ട്? സ്തോത്രം. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവീക കൂട്ടായ്മയിൽ നിന്നും അറ്റുപോയവർ. സഭയുടെ ഏറ്റവും വലിയ അപകടമാണത്. സ്തോത്രം. സഭയുടെ ഏറ്റവും വലിയ അപാകതയാണ് ദൈവീക ബന്ധം മുറിഞ്ഞു പോവുക എന്നത്. സ്തോത്രം.
ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ സഭയും ത്രിയേക ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം സൂക്ഷിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. 1 യോഹന്നാൻ 1:3 വാക്യം വായിച്ചാട്ടെ. 1 John 1:3. ഞങ്ങൾ 1 യോഹന്നാൻ 1:3. ഞങ്ങൾ കണ്ടു മ്യൂട്ട് രാജ ബ്രദർ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനെ യേശു ക്രിസ്തുവിനോടും ആകുന്നു. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ ഈ ലേഖനം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ. ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാണ്? പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ. കർത്താവ് നമ്മെ എന്തിലേക്കാ വിളിക്കുന്നത്? ഇതം പ്രഥമമായും ദൈവവിളിയുടെ ലക്ഷ്യമെന്താണ്? The primary purpose of the divine call. പ്രഥമമായ ദൈവവിളിയുടെ ലക്ഷ്യമെന്താണ്? ഒന്ന് കൊരിന്ത്യർ 1:9. 1 Corinthians 1:9. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന പ്രാഥമിക ലക്ഷ്യം എന്താണ്? കൂട്ടായ്മ, ഫെലോഷിപ്പ്. If we don't have that fellowship, we are dead. സ്തോത്രം. ജീവന്റെ ദാതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് നമ്മിലേക്ക് ദൈവ ജീവൻ വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് ഒഴുകുന്നത് ആ കൂട്ടായ്മയിലൂടെയാണ്. സ്തോത്രം. അപ്പോൾ സർദീസിലെ സഭയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ചത്തതായി തീർന്നു എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയി എന്നത് തന്നെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. കൊമ്പുകൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രശ്നമില്ലാതെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഇന്ററപ്ഷൻ ഉണ്ടോ? യെസ്. ഓക്കെ. ആഹാ. ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടോ? മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഉണ്ടോ? ഒത്തിരി ഡിസ്റ്റർബൻസ് ഇല്ല. ഒത്തിരി കുഴപ്പമില്ല, മനസ്സിലാക്കാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഓക്കെ ഓക്കെ, സ്തോത്രം. ഞാൻ വീഡിയോ ഓഫ് ചെയ്താലോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് അത്രയൊന്നും ഇല്ല. നോക്കാം, ഓഡിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വലിവുണ്ടെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയി കേൾക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അത്രയും ബുദ്ധിമുട്ടില്ല, ചെറിയൊരിതേ ഉള്ളൂ. യോഹന്നാൻ്റെത് ഓക്കെ, യോഹന്നാൻ 15 യേശു പറഞ്ഞത്, യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ നാം ആകുന്ന കൊമ്പുകൾ വസിക്കണമെന്ന്. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് നിലനിൽപ്പില്ല. നിലനിൽപ്പേ ഇല്ലെങ്കിൽ പിന്നെ കായ്ക്കുന്ന കാര്യം ഹിന്ദിയിൽ പറഞ്ഞാൽ ബഹുത് ദൂർ കി ബാത് ഹൈ. അപ്പോൾ നമ്മുടെ ജീവന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ. അപ്പോൾ മരിച്ച സഭയുടെ, ചത്ത സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട പോരായ്മകൾ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് മറുഭാഗം, ജീവനുള്ള സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ. രണ്ട്, ഒരു ചത്ത സഭയ്ക്ക് നഷ്ടമാകുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ. A dead church will lose primarily and ultimately these two things. One, the sweet communion with God, the very source of life. And second, a dead church will lose the hope of the coming of the Lord, the hope of Parousia. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ചത്ത സഭയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ നഷ്ടമാകും. പ്രാഥമികമായി ദൈവത്തോടുള്ള കൂട്ടായ്മ. ദൈവത്തോടുള്ള കൂട്ടായ്മ. ആത്യന്തികമായി ക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശ. ഈ രണ്ട് കാര്യങ്ങൾ അറിവായിട്ടല്ല, നമ്മുടെ സർവാത്മന, നമ്മുടെ സമ്പൂർണ്ണ ആളത്വത്തെ സ്വാധീനിക്കുന്ന അളവിൽ ഇത് രണ്ടുമില്ലാത്ത പക്ഷം നമ്മിൽ ദൈവീക ജീവൻ എവിടെയൊക്കെയോ ചോർന്നു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. മനസ്സിലാവുന്നേ? ഈ സഭയ്ക്കും സംഭവിച്ചത് അതായിരുന്നു. സർദീസിലെ സഭയ്ക്കും നഷ്ടപ്പെട്ടത് എന്താണ്? കർത്താവിന്റെ ഏത് സമയത്തും വരാം എന്നുള്ള വരവിനെ കുറിച്ച് പ്രതീക്ഷയും പ്രത്യാശയും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ത് വരും? ഞാൻ കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരും. സ്തോത്രം. ഏത് സമയത്തും ക്രിസ്തു വരാം എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട സഭ മരിച്ച സഭയാണ്.
ചത്ത സഭയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണവും കൂടെയാണത്. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പ്രത്യാശ ഇല്ലാതിരിക്കുക. പ്രത്യാശ ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അറിവില്ലാതിരിക്കുക എന്നാരും കരുതരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് 10 ലക്ഷണങ്ങൾ, 5 അടയാളങ്ങൾ, കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുവാനിരിക്കുന്ന 15 കൂട്ടം കാര്യങ്ങൾ, യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി നാം ചെയ്യേണ്ട 20 കൂട്ടം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുവാൻ ഒരാൾക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ സന്തോഷിപ്പാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മിലുണ്ടെങ്കിൽ അത് ആത്മീയ മരണത്തിന്റെ ലക്ഷണമാണ്. A person or a church may be very intelligent in understanding the A to Z about the coming of the Lord. Theoretically, a person or a church can teach very specifically about the coming of the Lord. What are the root words? What are the usages? When will he come? What will happen? Signs, proofs, guarantee of the coming of the Lord, and so on and so on. A person may be very clever to teach all these things, but still he may experience the loss of joy of that hope. മനസ്സിലായോ? സ്തോത്രം. വളരെ കൂലങ്കഷമായി യേശുവിന്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരാം. അതിനുള്ള അറിവ് തനിക്കുണ്ടായേക്കാം. പക്ഷേ ആ വരവിന്റെ പ്രത്യാശ തൻ്റെ ഉള്ളിൽ എന്ത് ജനിപ്പിക്കുന്നില്ല? സന്തോഷം ജനിപ്പിക്കുന്നില്ല. സന്തോഷം ജനിപ്പിക്കുന്നില്ല. നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തിക്കേ. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയുടെ സന്തോഷം നമ്മുടെ അകത്തുണ്ടോ? നമ്മുടെ സഭകളിലുണ്ടോ? ഇന്ന് എന്തിനെപ്പറ്റി പ്രസംഗിച്ചാലാണ്, അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയുള്ള പ്രസംഗം കേട്ടാലാണ് നമുക്ക് ആവേശമുണ്ടാകുന്നത്? What messages stir the church up today? That stirring up experience, ആ ഇളക്കി മറിക്കുന്ന ഒരു ആനന്ദത്തിന്റെ, പ്രമോദത്തിന്റെ, പ്രമാദത്തിന്റെ ഒരു അനുഭവം ഇന്ന് ജനത്തിനുണ്ടാകുന്നത് ഏത് വിഷയത്തിലാണ്? സ്തോത്രം. Deliverances from our current issues, problems. Certainly. അതുകൊണ്ടാണ് ഇന്നത്തെ ക്രൈസ്തവ സഭ പ്രസംഗ കച്ചവടം പൊടിപൊടിക്കുന്നത്. ജനത്തിന് എന്ത് കേട്ടാൽ മതി? ഇപ്പം വർഷാവസാനമാണ്. മിക്കയിടത്തും കേൾക്കുന്ന സന്ദേശം ഒരേ ശൈലിയായിരിക്കും. 2023 പൂർത്തീകരിക്കുവാൻ ബാക്കിയുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിനക്ക് തരാൻ പോവുകയാ. കഴിഞ്ഞ
ഏതാണ്ട് 356 ദിവസങ്ങൾ, 356, 356 ദിവസങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയാതിരുന്നതിനെ ഒറ്റയടിക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത 8-10 ദിവസങ്ങൾ പലരുടെയും ശ്രമം. അതിനു വേണ്ട സന്ദേശങ്ങളും നമ്മൾ കേൾക്കും. പിന്നെ 2024 വാഗ്ദത്തങ്ങളും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പുളകിതരാകും, ആനന്ദം കൊണ്ട് ഇക്കിളി കൂട്ടും. എന്നാൽ ജീവനുള്ള സഭയ്ക്ക് അങ്ങനെയുള്ള സന്ദേശങ്ങൾ ഒന്നും സ്വീകാര്യമായിരിക്കില്ല. അവർ പുളകിതരാകുന്നത് പലയാവർത്തി കേട്ട യേശുക്രിസ്തുവിന്റെ മടങ്ങിയരവന്റെ പ്രത്യാശയിലായിരിക്കും. സർദീസിലെ സഭയ്ക്ക് അതും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ കള്ളനെ പോലെ വരും. സ്തോത്രം. ഞാൻ കള്ളനെ പോലെ വരും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നാം ആത്മീയമായി മരിച്ചവരാകരുത്. ഇടയിലുള്ളതൊക്കെ വിട്ടിട്ട് ഇന്ന് നമ്മൾ ആത്മീയ മരണത്തിന്റെ ഏറ്റവും തുടക്കവും ഒടുക്കവും മാത്രമാണ് എടുത്തത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളാണ് അവ രണ്ടും. സ്തോത്രം. കാര്യങ്ങള് മനസ്സിലേക്ക് കാണുമല്ലോ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സർദീസിലെ സഭയോടുള്ള സന്ദേശം, അതിൽ സഭയുടെ പോരായ്മ എടുത്തു പറഞ്ഞത്, അത് ജീവൻ ഉള്ള സഭ എന്നതുപോലെ പ്രിറ്റൻഡ് ചെയ്യുന്നെങ്കിലും ജീവനുള്ള സഭയെ പോലെ അത് അഭിനയിക്കുന്നുണ്ടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ട സഭയായിരുന്നു. ജീവനില്ലാത്ത സഭ. ജീവൻ ഇല്ലാത്ത സഭയുടെ വിവിധ ലക്ഷണങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു. അതിൽ ആത്യന്തികമായ 2 ഇപ്പോൾ നമ്മൾ കണ്ടു. സംശയങ്ങൾ ഒന്നും അവശേഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ ആരോപണം, the second accusation or allegation against the church at Sardis is imperfect deeds. നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പൂർണ്ണതയില്ലാത്ത പ്രവൃത്തികൾ, അപൂർണമായ പ്രവൃത്തികൾ, imperfect deeds. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ, പൂർണ്ണതയുള്ളതെന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, കുറവില്ലാത്തത്. filled up without lacking anything is what is perfect. Is perfect. സ്തോത്രം. ഇവിടെ സർദീസിലെ സഭ
പലതും പ്രവർത്തിക്കുന്നുണ്ട്. പ്രവൃത്തി എന്നതിന്റെ അർത്ഥം നമ്മൾ എഫെസോ സഭയെ പറ്റി പഠിച്ചപ്പോൾ തന്നെ ചിന്തിച്ചിരുന്നല്ലോ. പ്രവൃത്തിയുണ്ട്, പക്ഷേ it doesn't fulfill God's purposes, God's standards, God's demands, and even God's nature. മനസ്സിലാവുന്നു? പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ, ഉദ്ദേശങ്ങളെ, ദൈവത്തിൻ്റെ നിലവാരത്തെ, സ്തോത്രം, ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെ കൈവരിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളക്കുമ്പോൾ പോരാത്തതായ പ്രവൃത്തികൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ബിലോ ആവറേജ് ആയിരുന്നു. മണ്ടന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരായിരുന്നു. എല്ലാത്തിനും ഒന്നും തോക്കത്തില്ലായിരുന്നെങ്കിലും പലതിനും തോക്കുന്ന വകുപ്പിൽ പെടുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പം വീട്ടിൽ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല പേപ്പറായിരുന്നു, എല്ലാം എഴുതി. ഒരു മിനിമം പാസ് മാർക്ക് ഒന്നും അല്ലെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു 75-80% മാർക്കൊക്കെ കിട്ടുമെന്ന് ഇങ്ങനെ മനസ്സിൽ കണ്ട് ഉപ്പൂറ്റിയൊക്കെ പൊക്കി പൊക്കി ചവിട്ടി നടക്കുന്ന സമയമാണ്. പക്ഷെ റിസൾട്ട് വരുമ്പം 70-80% പോയിട്ട് 18% പോലും പാസ് മാർക്ക് പോലും ഇല്ലാതെ തോറ്റു പോകുന്ന സ്ഥിതിയാണ്. ഗ്രേസ് മാർക്ക് കിട്ടിയാലും ജയിക്കാത്ത പരുവ. അതുകൊണ്ട് ഗ്രേസ് മാർക്ക് പോലും കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചത്? പരീക്ഷ എഴുതാഞ്ഞിട്ടാണോ? പേപ്പർ കുറവായത് കൊണ്ടാണോ? ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാഞ്ഞത് കൊണ്ടാണോ? ഒന്നുമല്ല. പക്ഷേ പേപ്പർ നോക്കുന്ന ടീച്ചറിന്റെ, സാറിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ചോ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ ഉള്ള സാധനം, ഉള്ളടക്കം, ഉത്തരം ഇതിനകത്തിലില്ല. ചിലപ്പോൾ 3-4 പേജൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ 2 മാർക്കിന്റെ സാധനം പോലും അതിൽ കാണത്തില്ല. ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും തന്നെ ദൈവത്തിൻ്റെ ആ അളവുകോലിനകത്ത് കയറിയിരിക്കുന്ന സാധനങ്ങളല്ല. ഇംപെർഫെക്റ്റ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 2-ാമത്തെ വാക്യത്തിൽ നിന്റെ പ്രവൃത്തി പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. നിന്റെ ദൃഷ്ടിയിൽ അതിന് പൂർണ്ണത കാണും, മനുഷ്യരുടെ ദൃഷ്ടിയിലും കാണും. പക്ഷേ ഇവിടെ വിഷയം, നമ്മുടെ പ്രവൃത്തികൾ ആരുടെ മുൻപിലാണ് തികഞ്ഞതായി തീരേണ്ടത്? ദൈവത്തിൻ്റെ. അതേപോലെ ഒരു പ്രയോഗം യാക്കോബ് നടത്തുന്നുണ്ട്. 1:27 ജെയിംസ് 1:27. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം
പറ്റാതെ പണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. എവിടെയാണ്? ആരുടെ മുൻപിലാ? ദൈവത്തിന്റെ മുമ്പാകെ. ദൈവത്തിന്റെ മുമ്പാകെ നിർമ്മലവും ശുദ്ധവുമായ ഭക്തി. മനുഷ്യരുടെ മുൻപിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ. ഇവിടെ വെളിപ്പാട് പുസ്തകം 3 അതിന്റെ 2 വാക്യത്തിലും സർദീസിലെ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ, എൻ്റെ ദൈവത്തിന്റെ അളവുകോലുകൾക്കനുസരിച്ച് പൂർണ്ണയുള്ളതായി കണ്ടില്ല. സ്തോത്രം. പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി RTO ഓഫീസിൽ അല്ലെങ്കിൽ RTOയുടെ അടുക്കൽ പോകാറുണ്ട്. നമ്മള് വണ്ടിയൊക്കെ നന്നായിട്ട് ഓടിക്കുമെന്നും പറഞ്ഞാ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ 2 വീലർ കൊണ്ട് 8 എന്ന് ഓടിപ്പിക്കും. മറ്റു വണ്ടികളാണെങ്കിൽ H എടുപ്പിക്കും. നമ്മൾ വലിയ കാര്യത്തെ കുഴപ്പമില്ല, നന്നായിട്ട് ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരാ. പക്ഷേ RTOയുടെ മുമ്പിൽ വെച്ച് ഈ ടെസ്റ്റിൽ പലരും പരാജയപ്പെടും. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സഹോദരൻ പറയുകയായിരുന്നു, ദുബൈയിൽ വെച്ചാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്തു. വളരെ നന്നായിട്ട് വണ്ടി ഓടിച്ചു. ഓഫീസർ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ നന്നായിട്ട് ടെസ്റ്റ് കൊടുത്തെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു, യു ആർ ഫെയിൽഡ്, നീ തോറ്റു. അയ്യോ സാറേ പറഞ്ഞു, നീയെ ആവേശത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു. ബാക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചു. വണ്ടി എടുത്തതും നിർത്തിയതും വളച്ചതും ഒടിച്ചതും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടതേ ഇല്ല, ആള് മറന്നുപോയി. അദ്ദേഹത്തിന്റെ സ്വന്തം ദൃഷ്ടിയിൽ സംഭവം പെർഫെക്റ്റ്, പൂർണ്ണതയുള്ളത്. പക്ഷേ ഒരു അധികാരിയുടെ മുമ്പിൽ അപൂർണതകൾ, അപാകതകൾ ഉണ്ട്. നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിന്റെയും യൂത്തിന്റെയും ഒക്കെ ടാലന്റ് ടെസ്റ്റുകൾ നടക്കുമ്പോൾ ജഡ്ജസിനെ വിളിക്കും. ഈ പാട്ട് പാടിയവർക്കും അവരുടെ സഭക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആ പാട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. ഫസ്റ്റ് എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്ക്. പക്ഷേ മാർക്ക് വരുമ്പം, റിസൾട്ട് വരുമ്പം 3rd പ്രൈസ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ സ്വന്തം ദൃഷ്ടിയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ പൂർണ്ണതയുള്ളവരായിട്ട് തോന്നും, തികഞ്ഞവരായിട്ട് തോന്നും. പക്ഷേ സ്തോത്രം, ആ തികവിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ദൃഷ്ടിയിലല്ല, ദൈവത്തിന്റെ മുമ്പാകെയാണ് വേണ്ടത്. സ്തോത്രം. പ്രവൃത്തികൾ എന്നതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടല്ലോ, നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുന്നത് ആയിരിക്കില്ല. ദൈവത്തിന്റെ ദൃഷ്ടികോണിലൂടെ, ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നാം ചെയ്യുന്ന പലതിനും മൂല്യങ്ങൾ കാണത്തില്ല. സ്തോത്രം.
നാം മത്തായി 5:48 മുതൽക്ക് പഠിക്കുന്നതാണ് ഈ പൂർണ്ണത എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആ കാര്യങ്ങളെ ആവർത്തിക്കുന്നില്ല. ഇത്രമാത്രം നാം ഓർക്കുക, നാം ചെയ്യുന്നത് മുഴുവനും ദൈവമാണ് അളന്നു നോക്കുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ദൈവം നമ്മെ തൂക്കി നോക്കുന്ന ദൈവമാണ്. ബെൽസസറിനെ തൂക്കിയതുപോലെ നമ്മുടെ ദൈവം ദൈവത്തിന്റെ പ്ലം ലൈൻ കൊണ്ട്, തൂക്കുകട്ട കൊണ്ട് അളവ് പിടിക്കുന്നവനാണ്. സ്തോത്രം. പ്രിയരെ, നാം മനസ്സിലാക്കുക, മനുഷ്യന്റെ അളവ് കൊണ്ടല്ല, നമ്മുടെ സ്വന്തം ദൃഷ്ടിയിലുമല്ല. ദൈവമേ, അങ്ങനെ തൂക്കി നോക്കുമ്പോൾ ഞാൻ കുറവില്ലാത്തവനായി കാണേണ്ടതിന്, അങ്ങ് എൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കുമ്പോൾ തിരുമുമ്പാകെ അത് പൂർണ്ണതയുള്ളതായി കാണേണ്ടതിന്, ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. സ്തോത്രം. മനുഷ്യർ ചിലപ്പോൾ നമ്മെ ചില വിഷയങ്ങളിലൊക്കെ പ്രശംസിക്കും. ആ മാനുഷികമായ പ്രശംസകളിൽ ഒന്നും നാം പൊങ്ങിപ്പോകരുത്. സ്തോത്രം. അവരാരും കാണാത്ത, അവർക്കാർക്കും അറിയാൻ കഴിയാത്ത പലതും ദൈവം കാണുന്നുണ്ട്, ദൈവത്തിനറിയാം. സ്തോത്രം. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലത്തെ പല്ല് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എൻ്റെ അകം പല്ലുകൊണ്ട് ഞാൻ പല്ല് കടിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ഉണ്ട്, കൊറോണ വന്ന സമയത്ത് ഞങ്ങളെ ഒരു ആത്മീയ മാതാവായ ഒരു അമ്മാമ്മ പറഞ്ഞ കാര്യം, എൻ്റെ മോനെ, ഇപ്പൊ ഏതായാലും മാസ്ക് ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മളെ നോക്കി പല്ല് കടിക്കുകയാണോ അതോ ചിരിച്ചു കാണിക്കുകയാണോ എന്ന് ഏതായാലും ഒരു പിടുത്തവും ഇല്ല. അകത്തല്ലേ, ഇപ്പൊ പല്ല് കടിക്കുകയാണോ ചിരിക്കുകയാണോ എന്ന് ഒരു പിടുത്തവും ഇല്ല. മാസ്ക് ഇട്ടിരിക്കുക. നമുക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും കാണുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പിൻപിലുള്ള എൻ്റെ ഉദ്ദേശം എന്തെന്ന്, എൻ്റെ ഇന്റൻഷൻ എന്തെന്ന് ദൈവം അറിയുന്നു. അത് കർത്താവ് തൂക്കി നോക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് അത് വിലയിരുത്തുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ ലക്ഷ്യമെന്ത്, എൻ്റെ ആഗ്രഹമെന്ത്, ഞാൻ എന്തിനു വേണ്ടി അത് ചെയ്തു? സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ ചിലത് നമുക്ക് പോലും അറിയില്ല. എന്നാൽ അതിനെ മുഴുവനും ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന, ഉള്ളതുപോലെ നമ്മെ അറിയുന്ന, സകലത്തിൻ്റെയും രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണയുള്ളതായി തീരേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഇന്ന് രാത്രി സമർപ്പിക്കാം. അപ്പോൾ 3 പ്രധാന കാര്യങ്ങളിൽ 2 എണ്ണം. ഒന്ന്, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും സർദീസിലെ സഭ മരിച്ചവനായിരുന്നു. 2, ഒത്തിരി പ്രവർത്തിക്കുന്ന സഭയായിരുന്നുവെങ്കിലും അപൂർണതയുള്ള പ്രവർത്തികളായിരുന്നു അവരുടേത്. കാരണം ഈ പ്രവർത്തികളെ മുഴുവനും വിലയിരുത്തുന്നതും തൂക്കി നോക്കുന്നതും മനുഷ്യരായിരുന്നില്ല, ദൈവമായിരുന്നു. 3-ാമത്തെ കാര്യവും വിശദീകരിക്കേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു നിർത്താം. സ്തോത്രം. എന്താണ് 3-ാമത്തെ കാര്യം പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ കുറച്ചുപേര് ഉടുപ്പ് മലിനമായവരുണ്ട്.
തങ്ങളുടെ ജീവിത വസ്ത്രത്തെ മലിനപ്പെടുത്തിയവർ. സ്തോത്രം. തങ്ങളുടെ ജീവിത വസ്ത്രത്തെ അഴുക്കാക്കിയവർ. വെളിപ്പാട് 22-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 22:14 റെവലേഷൻ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് പങ്ക് ലഭിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ പുതിയ യെരുശലേമിലേക്ക് പ്രവേശനവും. എന്ത് ചെയ്തേ പറ്റൂ? തങ്ങളുടെ വസ്ത്രത്തെ അലക്കണം. സ്തോത്രം. 7-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. യഹൂദന്മാരിൽ നിന്ന് 1,44,000 പേർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ചിത്രമാണ് 8-ാമത്തെ വാക്യം വരെ കാണുന്നത്. യഹൂദന്മാരിൽ നിന്ന്. അതിനുശേഷം യോഹന്നാൻ കാണുന്ന 9-ാം വാക്യത്തിൽ യഹൂദന്മാരല്ലാത്ത സകല ജാതികളിൽ നിന്നും എണ്ണമറ്റ പുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ മുമ്പിലും നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. വെള്ള നിലയങ്കി ധരിച്ച് എണ്ണമറ്റ ഒരു സംഘം. ഇനിയും അതിൻ്റെ 13-ാമത്തെ വാക്യം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. സ്തോത്രം. വെള്ള നിലയങ്കി ധരിച്ച എണ്ണമറ്റൊരു പുരുഷാരം. മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനോട് ചോദിച്ചു, ഇവർ എവിടുത്തുകാരാ, എവിടുന്ന് വരിക? യോഹന്നാൻ പറഞ്ഞു, എനിക്കറിയില്ല, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ഈ വെള്ള നിലയങ്കി ധരിച്ച എണ്ണമറ്റ പുരുഷാരത്തെ യോഹന്നാന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മൂപ്പന്മാരിൽ ഒരുവൻ. പറഞ്ഞു, ഇവര് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. They are tribulation saints. മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരാണിവർ. പക്ഷേ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? എങ്ങനെയാ ഇവരുടെ അങ്കി ഇങ്ങനെ വെളുത്തിരിക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തത്താൽ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച സംഘമാണ് ഇവർ. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം, സ്തോത്രം,
നമ്മുടെ ജീവിതം എന്ന വസ്ത്രം എത്ര അഴുക്കുള്ളതായാലും ഇന്നും ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ഒരു രക്തധാരയുണ്ട്. കാൽവറിയിൽ നിന്നും കുത്തിയൊലിക്കുന്ന ശുദ്ധീകരിക്കുന്ന രക്തത്തിന്റെ ചാലുകളുണ്ട്. ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് നിലച്ചിട്ടില്ല. പൗലോസ് പറയുന്നു റോമർ 3:24-25 വാക്യങ്ങളിൽ, യേശുവിനെ ഇപ്പോഴും ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നെന്ന്. അതുകൊണ്ടാ പറഞ്ഞത്, യേശുവിന്റെ രക്തം ക്രൂശിൽ നിന്നും ഒഴുകുന്നത് ഇതുവരെ നിലച്ചിട്ടില്ല. ഇപ്പോഴും ആ രക്തം കട്ട പിടിക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? വിശ്വാസത്തോടും അനുതാപത്തോടും ശുദ്ധീകരണത്തിനുള്ള അഭിവാഞ്ചയോടും കൂടെ ആ കുരിശിങ്കിലേക്ക് നടന്നെടുക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇന്നും ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. സ്തോത്രം. പ്രിയരെ, ഇനിയും ഏതെങ്കിലും കഴുകൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇന്നും ഈ സന്ധ്യയിലും ആ രക്തം നമുക്ക് ലഭ്യമാണ്. പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായിരിക്കുന്ന രക്തം, നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ആ പ്രായശ്ചിത്ത രക്തം, പാപ വിമോചനത്തിന് ഉതകുന്ന രക്തം, വീണ്ടെടുപ്പിനും നീതീകരണത്തിനും ശുദ്ധീകരണത്തിനും മതിയായതായ രക്തം ഇന്നും ഒരു കുറവുമില്ലാതെ പിതൃസന്നിധിയിലുണ്ട്. സ്തോത്രം. നമുക്കൊന്ന് അടുത്തു വരാം. സർദീസിലെ സഭയെപ്പോലെ നാം ആകാതിരിപ്പാൻ നമ്മെ നമുക്ക് ഏൽപ്പിക്കാം. നാം മരിച്ചവരാകാതെ, അപൂർണതയുള്ള പ്രവൃത്തികൾ ഉള്ളവരാകാതെ, ഉടുപ്പം മലിനമാകാതെ നമുക്ക് ആ കാൽവറിയുടെ ചുവട്ടിലേക്കൊന്ന് ഓടി വരാം. ദൈവമേ, എന്നെ കഴുകണമേ. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്ന് നമുക്ക് കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിക്കപ്പെട്ടവരായി, ശുദ്ധീകരിക്കപ്പെട്ടവരായി, സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മെ ഊർജ്ജസ്വലരാക്കട്ടെ. നമ്മുടെ അകത്ത് വല്ലാത്ത ആവേശം അത് കുത്തി നിറയ്ക്കട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് സർദീസിലെ സഭയുടെ പോരായ്മകൾ ഇല്ലാത്ത ഒരു ജയാളിയായ ജീവനുള്ള സഭയായി മുന്നേറുവാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.